ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പച്ചമാങ്ങയൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയമാണിപ്പോൾ. നമ്മൾ പച്ചമാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. പച്ചമാങ്ങ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു മാങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മാങ്ങ മുഴുവനായിട്ടൊന്നും ചമ്മന്തിയിലേക്ക് ആവശ്യമില്ല. ഇപ്പോൾ ആ മാങ്ങയൊക്കെ ഞാൻ തൊലിയൊക്കെ ചെത്തി നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഈ മാങ്ങയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാങ്ങയുടെ ഒരു പകുതി ഭാഗമൊക്കെ മതിയാവും. അല്ലെങ്കിൽ ചമ്മന്തിയിൽ മാങ്ങയുടെ പുളി കൂടിപ്പോവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പുളി കുറച്ച് കുറവുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ 1/4 ഭാഗം വേണ്ടി എടുക്കുന്നത്. മാങ്ങ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ എത്രത്തോളം ചമ്മന്തി അരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 ഭാഗത്തോളം മാങ്ങ എടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഒരു അരമുറി തേങ്ങ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചമ്മന്തി തയ്യാറാക്കുന്നത്. ഞാനിവിടെ മാങ്ങ കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പകുതി മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പകുതി തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് പകുതിയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് സാധാ മുളക് പൊടി കേട്ടോ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവൊക്കെ ഓരോരുത്തർക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, അതും ഒന്ന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചമ്മന്തിയുടെ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടി കുറച്ച് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ജാറിലേക്ക് തന്നെ നമ്മുടെ 2ാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങയും അതോടൊപ്പം തന്നെ ആ കഷ്ണം മാങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനിയിപ്പം ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ആദ്യം അരച്ചെടുത്ത ചമ്മന്തിയിലേക്ക് തന്നെ 2ാമത് അരച്ചെടുത്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചമ്മന്തി ഞാൻ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഈ മാങ്ങ ചമ്മന്തി എന്ന് പറയുന്നത്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ ചമ്മന്തി ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്